തൃശൂർ പൂരം ഹൈജാക്ക് ചെയ്യാൻ ശ്രമം. തൃശൂർ പൂരത്തിന് സമാന്തര പ്രദർശനം പ്രഖ്യാപിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പൂരപ്രദർശനത്തിന് സമാന്തരമായാണ് ദേവസ്വം ബോർഡ് പൂരപ്രദർശനത്തിന് നീക്കം തുടങ്ങിയത്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സമാന്തര പൂരപ്രദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ആനന്ദ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആനന്ദ്, നേരത്തെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുകയാണ് ഈ തൃശൂർ പൂരം ഹൈജാക്ക് ചെയ്യാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൂരപ്രദർശനം പോലും സമാന്തരമായി സംഘടിപ്പിക്കാൻ നീക്കം നടത്തുകയാണ്. വിവരങ്ങൾ. നീലിമ, തൃശൂർ പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വലിയ വിമർശനം. BJP അടക്കമുള്ള പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗവും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലും ഒന്നാണ് ഈ എക്സിബിഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി പോലും തിരുവമ്പാടിയും പാറമേക്കാവുമാണ് ഈ ഒരു എക്സിബിഷന് നേതൃത്വം നൽകുന്നത്. പ്രധാനപ്പെട്ട വരുമാന മാർഗവും ഇത് തന്നെയാണ്. ഇവിടെയാണ് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതിന് സമാന്തരമായി കൊണ്ട് ഒരു എക്സിബിഷൻ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഈ മാസം 21-നാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. മാർച്ച് 1-നാണ് ഈ ടെൻഡർ കാലാവധി അവസാനിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഒരു ഉന്നതാധികാര സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ പൂരം നടത്താൻ വേണമെന്നൊക്കെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ തിരുവമ്പാടിയും പാറമേക്കാവും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തിയിരുന്നത്. അത്തരത്തിൽ തൃശൂർ പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ദേവസ്വം ബോർഡ് പോകുന്നതെന്ന് നേരത്തെ തന്നെ ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അതിന് തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് എത്തുന്നത്. സമാന്തരമായിക്കൊണ്ട് ഒരു എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായും തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിനെ തന്നെ അത് കാര്യമായി ബാധിക്കും. പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സാണ് തിരുവമ്പാടിയും പാറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സാണ് ഈ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രദർശനം. ഇതേ സമയത്ത് തന്നെ സമാന്തരമായ ഒരു പ്രദർശനം വെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. BJP കൃത്യമായ ഒരു നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ട് പോകണമെന്ന് തന്നെയാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം വരുന്നത്. എന്നാലും വരും ദിവസങ്ങളിൽ വലിയ വിമർശനം തന്നെ ഉയരുമെന്ന് വലിയ വിമർശനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ഉയരും. മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ കാലാവധി, ഈ ഭരണ കാലാവധി അവസാനിക്കാതിരിക്കുകയാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് ഒരു ടെൻഡർ ക്ഷണിച്ചതെന്നും വലിയ ഒരു വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. നീലിമ. ആനന്ദ്, നേരത്തെ തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ ഇത്തരത്തിൽ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഈ പൂരത്തിൻ്റെ മൊത്തം നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമമൊക്കെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തിയിരുന്നു. അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഭക്തരുടെ നിയന്ത്രണത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ക്ഷേത്ര കമ്മിറ്റികളുടെ നിയന്ത്രണത്തിൽ നിന്നും മാറി സർക്കാർ സംവിധാനത്തിലേക്ക് ഈ തൃശൂർ പൂരത്തെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമായും ഓരോ ആളുകളും, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂരപ്രേമികളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. ഈ പൂരത്തിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ പിടിച്ചടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇതിന് തറവാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ പൂര പ്രദർശനത്തിന് തറവാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇപ്പോഴും തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് കടുംപിടുത്തത് തന്നെയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും വിട്ടുകൊടുക്കാൻ മാതളത്തിലേക്കുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഏപ്രിൽ 1 മുതൽ ആരംഭിക്കാനാണ്, ഇത്തരത്തിൽ ഈ ഒരു എക്സിബിഷൻ ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഈ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ആളുകൾ സ്വാഭാവികമായും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ഈ പാറമേക്കാവും തിരുവമ്പാടി നടത്തുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രദർശനം, സമാന്തര പ്രദർശനം എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് പൊതുവെ പൂരപ്രേമി സംഘത്തിനെ അടക്കം ഭാഗത്തു നിന്ന് ഉയരുന്നത്. വിഷയത്തിൽ എന്തായാലും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. BJP കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ നിന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പിന്നോട്ട് പോകാൻ തയ്യാറാവണമെന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് BJPയും ഉള്ളത്. എന്തായാലും വരും സമയങ്ങളിൽ ദേവസ്വത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളും പുറത്തു വരും. നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അത്ര ആശ്വാസകരമല്ല ഈ ഒരു വിഷയത്തിൽ. ഈ ഒരു തീരുമാനത്തിൽ എന്തായാലും പാറമേക്കാവിനെയും തിരുവമ്പാടിക്കും ഒരു ആശ്വാസകരമായിട്ടുള്ള നിലപാടല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ എന്തായാലും ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ
തൃശ്ശൂർ വീണ്ടും സാക്ഷ്യം വഹിക്കും. നമുക്കറിയാം പൂരത്തിന്റെ വിഷയങ്ങൾ, പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന്റെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ, അതായത് അന്വേഷണം ഇനി 2 മാസം ബാക്കി നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ഈ പൂരത്തിന്റെ വിഷയങ്ങൾ അതുപോലെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത് കലങ്ങിയ പ്രശ്നങ്ങളെല്ലാം അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു വിവാദം ഉയർന്നു വരുന്നത്. നീലിമ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൂരം എക്സിബിഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് തൃശ്ശൂർ പൂരം നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട ധനസ്രോതസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നേരത്തെയും പൂരസമയത്ത് മറ്റ് പ്രദർശനങ്ങളൊന്നും വേണ്ട എന്ന് നഗരസഭയും കോടതിയും തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു വലിയ ഗൂഢ നീക്കവുമായി ഈ സമാന്തര പൂര പ്രദർശനത്തിന് എത്തുന്നത്. അങ്ങനെയല്ലേ ഈ ഘട്ടത്തിൽ അതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഇതിന് പിന്നിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൃശ്ശൂർ പൂരം കലങ്ങിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ പൂരം നടത്തിപ്പിനെ ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കണമെന്നായിരുന്നു. പക്ഷെ തിരുവമ്പാടിയും പാറമേക്കാവും അതേ സമയത്ത് തന്നെ ശക്തമായി ദേവസ്വത്തിന്റെ ഈ നിലപാടിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. കാരണം ഈ രാഷ്ട്രീയപരമായ ചില കടന്നുകയറ്റങ്ങൾക്ക് ശ്രമമുണ്ടോ എന്ന് സംശയിക്കുന്നതായും അതേ സമയത്ത് തന്നെ ഈ ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഹിന്ദു ഐക്യവേദി നേതാവ് സുധാകരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുധാകരൻ, ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമം നമ്മൾ പലതവണ കണ്ടതാണ്. ഇപ്പോൾ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായ ഈ പൂരം എക്സിബിഷൻ അട്ടിമറിച്ചുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് സമാന്തരമായി ഒരു പൂരം എക്സിബിഷൻ നടത്താൻ പോകുകയാണ്. എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഈ നീക്കത്തെ കാണുന്നത്? ഇത് കഴിഞ്ഞ അനവധി വർഷങ്ങളായി കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും അതേപോലത്തെ പ്രസ്ഥാനങ്ങളുടെയും ഒരു ഗൂഢാലോചന കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടുത്തെ മുഴുവൻ പൂരപ്രേമികൾക്കും പൂരം സംഘാടകർക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിനും ഒക്കെ അറിയാം, ഈ 2 മാസത്തെ പൂരം പ്രദർശനത്തിന്റെ പണം കൊണ്ടാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ഇതേ സ്ഥലത്ത് നവരാത്രി കാലഘട്ടത്തിൽ ആരംഭിച്ച് പിന്നീട് ഒരു 3 മാസത്തോളം അവിടെ ഈ പ്രദർശനം നടത്തുകയും അത് വലിയ നഷ്ടം കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഉണ്ടാക്കി. ഇപ്പോ 2 വർഷമായിട്ട് അവിടുത്തെ സ്ഥലത്തിന്റെ വാടകയുടെ അത് കൂട്ടിച്ചോദിച്ചുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോ ഈ 2 മാസം കൊച്ചിൻ ദേവസ്വം ബോർഡ് എക്സിബിഷന് വേണ്ടി കൊടുക്കുന്നത് 100% തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പൂരത്തെ തകർക്കുക എന്നുള്ളത് തൃശ്ശൂരിലുള്ള പ്രധാന സ്വകാര്യ ക്ഷേത്രങ്ങളായ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ആ 2 ദേവസ്വം പൂരം നടത്താൻ സംഘാടകര് എന്നുള്ള നിലയ്ക്ക് അവരതിന് പ്രാപ്തരല്ല. തൃശ്ശൂർ പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെത്. ഇത് വെറുതെ വാടക പണത്തിന്റെ പ്രശ്നം മാത്രമല്ല, മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായത് അതാണ്. സാമ്പത്തികമായും മറ്റ് സംഘാടനത്തിലും ഈ 2 സ്വകാര്യ പൂരം നടത്തിപ്പിൽ അവർ പ്രാപ്തരല്ല എന്ന് വരുത്തി തീർത്ത് ഈ പൂരം തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പ് തന്നെ അത് ഹൈജാക്ക് ചെയ്യുക എന്നുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡും അതേപോലെ ശ്രീ സുധാകരൻ, അതായത് ഈ 2 തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ഈ ഇത്തരത്തിൽ പൂരം നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് വരുത്തി തീർക്കുകയും പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് ഈ പൂരത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം സർക്കാരിന്റെ കയ്യിലേക്ക് വരുന്ന രീതിയിൽ ചില ഗൂഢാലോചനകൾ നടത്തുന്നു എന്നതല്ലേ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കേണ്ടത്? അത് വ്യക്തമായ ഗൂഢാലോചനയാണ്. അതുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തൊക്കെ പലതരത്തിലുള്ള നടപടികളുണ്ടാകും. കഴിഞ്ഞ വർഷം നമുക്കറിയാം പൂരം നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോ പൂരം സംഘാടനത്തിന് ഈ 2 സ്വകാര്യ ദേവസ്വങ്ങൾ പോരാ. ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ടും അത് പ്രതിസന്ധിയിലാക്കുകയും അതേപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കി. ഈ സ്വകാര്യ 2 ക്ഷേത്രങ്ങൾ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങൾ അതിന്റെ സംഘാടനത്തിന് പോരാ എന്ന് വരുത്തി തീർത്തുകൊണ്ട് പൂരത്തിനെ ഹൈജാക്ക് ചെയ്യാനാണ് ഗവൺമെന്റിന്റെയും CPM-ന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ശ്രമം. ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഇത് അനുവദിക്കുന്നതുമല്ല. എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ശക്തമായ ജനകീയ സമരമായിട്ട് മുന്നോട്ട് വരും. വളരെയധികം നന്ദി ശ്രീ സുധാകരൻ ഈ ഘട്ടത്തിൽ ജനം ന്യൂസിനോട് പ്രതികരിച്ചതിന്.